ഹലോ മക്കളെ, പ്ലസ് ടു എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വന്നിരിക്കുകയാണ് അല്ലേ. കുറേ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മൾ ഇത്രയും കാലത്തെ എഫേർട്ടിൻ്റെയും പഠിച്ചതിൻ്റെയും ഒക്കെ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. പക്ഷേ കുറച്ച് ആൾക്കാർക്ക് വിഷമമായിരിക്കും. നമ്മൾ വിചാരിച്ച ഇത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, തീരെ മാർക്ക് കുറഞ്ഞു പോയ കുട്ടികളുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച സബ്ജക്റ്റിന് നമ്മൾ വിചാരിച്ച മാർക്ക് കിട്ടാത്തവരുണ്ടായിരിക്കും. പക്ഷെ ഇതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ടെന്ന് പറയാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. കാരണം ഈ മാർക്ക് കുറയുന്നതിന് മറ്റു ചില കാരണങ്ങൾ കൂടെയുണ്ട്. നമ്മൾ വാല്യുവേഷൻ്റെ സമയത്ത് നമ്മൾ ആൻസർ വാല്യൂട്ട് ചെയ്യാതെ പോയിട്ടുണ്ടാവാം, അതൊരു പോസിബിലിറ്റിയാണ്. പിന്നെ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ചിലപ്പോൾ അതും വന്നിട്ടുണ്ടായിരിക്കാം. ഈ കാരണങ്ങൾ കൊണ്ടും മാർക്ക് നഷ്ടപ്പെട്ട കുട്ടികൾ നമ്മളുടെ ഇടയിൽ ഉണ്ടായിരിക്കും. സോ നമുക്ക് വിഷമിച്ചിരിക്കാനുള്ള സമയമൊന്നുമില്ല. ദിസ് ഈസ് എ ടൈം ടു ആക്ട് ഫാസ്റ്റ്. സോ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നമുക്ക് റിവാലുവേഷൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ആൻസർ ഷീറ്റ് ഒന്നും കൂടെ വാല്യൂ ചെയ്യപ്പെടും. പക്ഷെ നമുക്ക് അതിന് അപ്ലൈ ചെയ്യാൻ അധികം സമയമില്ല. റിസൾട്ട് വന്നതിന് ശേഷം 5 ദിവസം മാത്രമാണ് നമുക്ക് സമയം വരുന്നത്. സോ മെയ് 14 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അതിനകത്ത് തന്നെ നമ്മൾ റിവാലുവേഷന് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. റിവാലുവേഷൻ്റെ ഫീസ് വരുന്നത് 500 രൂപയാണ്. റിവാലുവേഷൻ മാത്രമല്ല, നമുക്ക് മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്, സ്ക്രൂട്ടിനി. സ്ക്രൂട്ടിനിയിൽ നമ്മൾ ആൻസർ ഷീറ്റ് ഒന്നും കൂടെ വാല്യൂ ചെയ്യപ്പെടുകയല്ല, പകരം നമ്മൾ ആൻസർ ഷീറ്റിൽ ഏതെങ്കിലും ആൻസർ വാല്യൂ ചെയ്യാതെ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾക്ക് കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടോ, ഈ കാര്യങ്ങളായിരിക്കും സ്ക്രൂട്ടിനിയിൽ ചെക്ക് ചെയ്യുന്നത്. സ്ക്രൂട്ടിനിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് 100 രൂപയാണ് ഫീസായിട്ട് അടയ്ക്കേണ്ടത്. ഇതുകൂടാതെ തന്നെ നിങ്ങൾ ആൻസർ ഷീറ്റിൻ്റെ ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു അവസരം കൂടെയുണ്ട്. ആ ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് 300 രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഒന്നും ഓൺലൈൻ അല്ല, പകരം ഓഫ്ലൈനാണ്. ഈ സൈറ്റ് വഴി HSS ലൈവ് വഴി നിങ്ങൾക്ക് ഫോമുകൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സ്ക്രൂട്ടിനിക്കും റിവാലുവേഷനും ഫോട്ടോ കോപ്പിക്കും 3 വീതം ഫോമുകളാണുള്ളത്. സോ ഈ ഡിഫറെൻറ്റ് ഫോംസിൽ നിങ്ങൾക്ക് നിങ്ങളെ രജിസ്റ്റർ നമ്പർ ഫില്ല് ചെയ്യാനുണ്ടായിരിക്കും. ഏത് സ്കൂളിലാണ് പരീക്ഷ എഴുതിയിരിക്കുന്നത്, ഏതൊക്കെ സബ്ജക്ട്സിനാണ് നിങ്ങൾ റിവാലുവേഷൻ അഥവാ സ്ക്രൂട്ടിനി കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, ഈ കാര്യങ്ങളായിരിക്കും ഈ ഫോമിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനായിട്ടുണ്ടാവുക. ഇതിന് ശേഷം ഈ വിവരങ്ങൾ അടങ്ങിയ ഫോമും അതേപോലെ തന്നെ അടയ്ക്കേണ്ടതായിട്ടുള്ള തുകയും നിങ്ങളെ സ്കൂളിലെ പ്രിൻസിപ്പലിനെയാണ് നിങ്ങൾ ഏൽപ്പിക്കേണ്ടത്. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, റിവാലുവേഷൻ നടത്തി നമുക്ക് 10% അതിൽ കൂടുതലോ മാർക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഈ അടച്ച തുക നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ്. സോ റീഫണ്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇനി അഥവാ റിവാലുവേഷന് ശേഷം മാർക്ക് കൂടിയില്ല എന്നാണെങ്കിൽ നിലവിലെ മാർക്കായിരിക്കും കണക്കാക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ റിവാലുവേഷന് ശേഷം മാർക്ക് കൂടുകയാണെങ്കിൽ കൂടിയ മാർക്കായിരിക്കും ഫൈനൽ റിസൾട്ടിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇനി ആരും വിഷമിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ റിവാലുവേഷന് അപ്ലൈ ചെയ്യുക.